അതായത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സമരസമിതി 2 നേതാക്കന്മാരും കൂടി ചെന്നിട്ട് ചോദിക്കുകയാണ്. കാരണം ഈ കാസയുടെ യൂണിറ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇത്രയും ആൾക്കാർ കൂടുമെന്നാണ്. അപ്പോൾ അതിനെ പൊളിക്കാനായിട്ടൊരു തന്ത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വ്യക്തി എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാലല്ലേ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കേണ്ടത്. ഇത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസുകാരോട് ചോദിക്കേണ്ടത് 3 മണിക്കൂറത്തേക്ക് പുള്ളിനകത്ത് പിടിച്ചിടാൻ വല്ല വകുപ്പുണ്ടോ? ഒരു വികാരി അച്ഛനാണ് ഈ ചെന്നേക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അവിടെ വളരെ ബഹുമാനപ്പെട്ട പോലീസുകാർ പറഞ്ഞത് എങ്ങനെയാണ്, ഇത് എന്ത് വകുപ്പിലാണ് ഒരാളെ പിടിച്ച് അകത്തിടേണ്ട? അപ്പോൾ അവർ പരാതിയായിട്ട് ചെന്നതാണ്. ഒരു പരാതി എഴുതാതെ അവിടെ ചെന്ന് ചോദിക്കണ്ടേ ഏതാണ് വകുപ്പുള്ളത്. അപ്പോൾ അവർ പരാതി സ്വീകരിച്ചില്ല. എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്യണം, അവരെ സ്നേഹിക്കാണ്ട് അല്ലെങ്കിൽ അവരോട് നന്ദി പ്രകടിപ്പിക്കാണ്ട് ഞങ്ങൾ ആരോടാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന കോൺഗ്രസിനോടാ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയോടാ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോടാ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോടാ അവരോടൊന്നും നന്ദി പറയേണ്ട കാര്യമില്ലല്ലോ. 30 വർഷം നമ്മൾ കൈവശം വെച്ച് അനുഭവിച്ച ഭൂമി ഒരു സുപ്രഭാതത്തിലൊന്നും നമ്മൾ പോലും അറിയാതെ ഇത് വഖഫാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? ഈ രാജ്യത്തൊരു നീതിയില്ലേ, ന്യായമില്ലേ? ഇതൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട നേതാക്കന്മാരും ഭരണാധികാരികളും എന്തേ കണ്ണടയ്ക്കുന്നു? അവർക്ക് ഞങ്ങളോടൊരു കമ്മിറ്റ്മെന്റ്സ് ഇല്ലേ? കേരളത്തിന്റെ സൈന്യം എന്ന് പറഞ്ഞ് അഘോരം പ്രകീർത്തിച്ച ആൾക്കാർ ഇന്ന് എന്ത് മൗനം അവലംബിക്കുന്നു? എന്ത് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ? എന്താണ് ഞങ്ങള് മത്സ്യത്തൊഴിലാളികളായതുകൊണ്ടോ? ജാക്സൺ ചേട്ടൻ നമസ്കാരം. നമസ്കാരം ചേട്ടൻ. ഇപ്പോൾ മുനമ്പൻ ജനത കാസയ്ക്ക് അല്ലെങ്കിൽ കാസ എന്ന് പറയുന്ന സംഘടനയ്ക്ക് സ്വീകരണം കൊടുത്തിരിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? എന്താണ് കാസക്ക് കൊടുത്ത സ്വീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ മുനമ്പൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ അവർ സ്വന്തമായിട്ട് അവരുടെ പൈസ കൊടുത്ത് അവർ വക്കീലിനെ വെച്ച് കേസ് വാദിക്കണം. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഈ വഖഫ് എന്ന സംഘടന അവർക്ക് വേണ്ടിയിട്ടായിരുന്നു അവിടെ കിടന്ന് വാദിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ വാദിക്കാനായിട്ട് ആരുമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഞങ്ങളുടെ ദുഃഖം മനസ്സിലാക്കിയിട്ട് കാസ ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചു. അപ്പോൾ അവർക്ക് ഞങ്ങൾ നന്ദി പ്രകടിപ്പിച്ചു. അതേപോലെ തന്നെയാണ് ഈ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ കുറേ പേര് അവരോടുള്ള നന്ദി സൂചകമായിട്ട് ഒരു 10-100 വില ആളുകൾ ഇപ്പോൾ അംഗത്വം എടുത്തിട്ടുണ്ട്, BJP ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ കാസയുടെ ഒരു യൂണിറ്റും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, മുനമ്പൻ യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്യണം, അവരെ സ്നേഹിക്കാണ്ട് അല്ലെങ്കിൽ അവരോട് നന്ദി പ്രകടിപ്പിക്കാണ്ട് ഞങ്ങൾ ആരോടാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന കോൺഗ്രസിനോടാ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയോടാ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോടാ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോടാ അവരോടൊന്നും നന്ദി പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്? ഞങ്ങളെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത്. അവർക്കുള്ള നന്ദിയാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ പ്രകടിപ്പിച്ചത്. ചേട്ടാ, ഇപ്പോൾ മറ്റ് ക്രിസ്ത്യൻ സംഘടനകൾ എന്തുകൊണ്ടാണ് ഈ മുനമ്പൻ ജനതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോകാതിരുന്നത്? അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ എന്തായാലും ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നണത് ലത്തീൻ സഭക്കാർ മാത്രമേ ആയിരിക്കുള്ളൂ പോകാണ്ട് ഇതുള്ളത്. അനുകൂലമായിട്ട് ഈ കാസർഗോഡ് കൂടെ തന്നെ അവരുടെ കൂടെ നിൽക്കുന്ന പല വൈദികരും മെത്രാന്മാരും ഉണ്ട്. പക്ഷെ പുറത്ത് പറയുന്നില്ല ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ പലർക്കും BJPയുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ BJPയുടെ ഘടകകക്ഷിയാണെന്നൊക്കെ ഉള്ള തോന്നലിൽ കാസ എന്തോ ഭീകര സംഘടനയായിട്ട് തോന്നും. കാരണം അവർ സത്യം മാത്രമാണ് പറയണത്. കാരണം ഈ രൂപതയായാലും മറ്റുള്ള വൈദികരായാലും ആരായാലും ഏത് പാർട്ടി ആയാലും എന്തായാലും അവർ തെറ്റ് ചൂണ്ടിക്കാട്ടും. അപ്പോൾ അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവരെ എല്ലാവരും ഇവർ എതിർക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങളുടെ കൂടെ നിന്ന് തുടക്കം മുതൽ, ഞങ്ങളുടെ സമരത്തിൻ്റെ തുടക്കം മുതൽ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ എന്നും നന്ദിയുള്ളവരായി നിൽക്കും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഫിലിപ്പേട്ടാ, ഇപ്പോൾ ഫിലിപ്പേട്ടനെതിരെ വീണ്ടും ഒരു കേസ് കൊടുത്തിരിക്കുന്നു, കൊടുക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നൊക്കെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. എന്താണ്, ശരിയാണത്? തീർച്ചയായിട്ടും ശരിയാണ്. അത് മറ്റാരുമല്ല കേസ് കൊടുത്തിരിക്കുന്നത്. കേസ് കൊടുക്കാൻ ചെന്നു. അത് ശരിക്കും ഒരു തമാശയാണ്. അതായത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സമരസമിതി 2 നേതാക്കന്മാരും കൂടി ചെന്നിട്ട് ചോദിക്കുകയാണ്. കാരണം ഈ കാസയുടെ യൂണിറ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇത്രയും ആൾക്കാർ കൂടുമെന്നാണ്. അപ്പോൾ അതിനെ പൊളിക്കാനായിട്ടൊരു തന്ത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വ്യക്തി എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാലല്ലേ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കേണ്ടത്. ഇത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസുകാരോട് ചോദിക്കേണ്ടത് 3 മണിക്കൂറത്തേക്ക് പുള്ളിനകത്ത് പിടിച്ചിടാൻ വല്ല വകുപ്പുണ്ടോ? ഒരു വികാരി അച്ഛനാണ് ഈ ചെന്നേക്കണത്.
ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അവിടെ വളരെ ബഹുമാനപ്പെട്ട പോലീസുകാർ പറഞ്ഞത് എങ്ങനെയാണ് ഇത്, എന്ത് വകുപ്പിലാണ് ഒരാളെ പിടിച്ച് അകത്തിടേണ്ട. അപ്പോൾ അവർ പരാതിയായിട്ട് ചെന്നതാണ്. ഒരു പരാതി എഴുതാതെ അവിടെ ചെന്ന് ചോദിക്കണേ ഏതാണ് വകുപ്പുള്ളത്. അപ്പോൾ അവർ പരാതി സ്വീകരിച്ചില്ല. എന്നിട്ട് ഇദ്ദേഹം ഇന്ന് പള്ളിയിൽ വിളിച്ചു പറഞ്ഞ് പരാതി കൊടുത്തു. പരാതി സ്വീകരിച്ചില്ല. കാരണം തെറ്റ് ചെയ്തവനെതിരെയല്ലേ പരാതി കൊടുക്കാൻ പറ്റുള്ളൂ. കാസയുടെ യൂണിറ്റ് തുടങ്ങുന്നതിനെതിരെ പരാതി കൊടുക്കാനായിട്ട് ഒന്ന് ആലോചിച്ചു. ഒരു വികാരിയച്ഛൻ, ഒരു പള്ളിയിലെ വികാരിയച്ഛൻ ചെയ്ത പരിപാടിയാണ് ഈ കേൾക്കുന്നത്. അതുകൂടാതെ ഇന്നിപ്പോൾ ഈ കാസ യൂണിറ്റ് ഇവിടെ വരുന്നതിന് അദ്ദേഹത്തിന് അറിയാൻ നല്ലൊരു ആൾക്കാരും. അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ദുഷ്പ്രചരണം ഉണ്ടാക്കണം. അതിന് ഇന്ന് അദ്ദേഹം പരിശുദ്ധ കുർബാന, ഒരു ക്രിസ്ത്യാനിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കുർബാന എന്ന് പറയും ഇത്രയും മഹത്വപ്പെട്ടൊരു കാര്യമില്ല. പരിശുദ്ധ കുർബാനയുടെ ഇടയിൽ പ്രസംഗത്തിൽ പറയുന്നതാണ്, അതായത് ആൾക്കാരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാനായിട്ട് ചട്ടമിറങ്ങി, അതായത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നേക്കുന്ന ചട്ടമിറങ്ങി, ഞാൻ ചട്ടം വായിച്ചു, മുനമ്പം ജനതയ്ക്ക് അനുകൂലമായ ഒരു ഘടകങ്ങളും അതിലില്ല. സംസ്ഥാന സർക്കാരിന് പോലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു വികാരി അച്ഛൻ? അപ്പം ഇന്ന് ഇവിടെ വരേണ്ട ഒരു 3/4 ആൾക്കാർ അത് കേട്ട് വിശ്വസിച്ചു. ഒരു പള്ളിയിൽ, ഒരു അൾത്താരയിൽ വിശുദ്ധ കുർബാനയുടെ ഇടയിൽ പച്ചക്കള്ളം വിളിച്ചു പറയുന്ന ഒരു വൈദികൻ, ഇതാണ് ഒരു വൈദികനെ ഈ 14 വർഷം വൈദിക പഠനത്തിനിടയിൽ കർത്താവിൻ്റെ മുന്നിൽ കർത്താവിനെ സാക്ഷിയാക്കിയിട്ട് ഇല്ലാത്ത കാര്യം വിളിച്ചു പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കിപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം കാസ ഇവിടെ വരുന്നത് എന്തോ ലക്ഷ്യത്തോടെ. കാസ ഒരു ലക്ഷ്യത്തിലൂടെയല്ല, കാസ ഞങ്ങളെ സഹായിക്കാൻ വന്നവരാണ്. അച്ഛനിവിടെ കാസയുടെ കൊടി കഴിക്കാൻ മാത്രം നേരമുള്ളൂ. ഞങ്ങൾക്ക് അതിലൊന്നുമല്ല. ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഒരു വൈദികന് വൈദികൻ്റെതായ ചുമതലകളുണ്ട്. അല്ലാതെ പച്ച നുണ പ്രചരിപ്പിക്കാൻ, അൾത്താരയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു പച്ച നുണ പ്രചരിപ്പിക്കാനുള്ള വൈദികൻ ഒന്ന് നിങ്ങൾ കേട്ടിരിക്കണം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചട്ടമിറങ്ങി അച്ഛൻ ഇന്നലെ വായിച്ചെന്നാണ് അച്ഛൻ പള്ളി സർക്കാർ ചട്ടമിറക്കി. അതായത് ചട്ടമിറക്കി അച്ഛൻ വായിച്ചു കഴിഞ്ഞപ്പോൾ മുനമ്പൻ ജനതയ്ക്ക് അനുകൂലമായ ഒരു ഘടകവും ഇല്ലെന്ന്. ഈ രീതിയിലാണ് പ്രചരണം അല്ലേ? ഈ രീതിയിൽ പ്രചരണമല്ല, വൈദികൻ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതിനെതിരെ എന്തെന്നാ സംസാരിക്കേണ്ട? ഒരു വൈദികന് പറ്റിയതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ താങ്കൾക്കെതിരെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, അല്ലെങ്കിൽ താങ്കൾ കൂടുതൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ, കുറച്ച് അനവധി ആളുകൾ ഇവിടെ BJP അംഗത്വം സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു കമന്റ് അടിച്ചിരുന്നു, ചെവിയിൽ നുള്ളിക്കോ എന്നുള്ള രീതിയിൽ, ഒരു ഭീഷണി സ്വരത്തിൽ. അപ്പോൾ ഈ ഒരു പോക്കാണെങ്കിൽ നിങ്ങൾ അപായപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലോ? ഇപ്പൊ ഞങ്ങൾക്കുള്ള അപായപ്പെടുത്താൻ ഇപ്പൊ വീട്ടിൽ തന്നെയാണ് കള്ളനിരിക്കുന്നത്. ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെ വീട്ടിൽ തന്നെയാണ് കള്ളനിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു, ഒരു വൈദികൻ ഒരു അൽമായനെതിരെ പോയിക്കണം. അത് കൂടാതെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, എന്തിനാണ് വൈദികൻ പോയതെന്ന് പറയുന്നത്, ഇവിടെ 2 സംഘടനകളുണ്ട്, KLCA KRLCC എന്ന് പറഞ്ഞിട്ട്. ഈ 2 സംസ്ഥാന നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, അവന്മാർ പറഞ്ഞത് കാരണമാണ് ഇപ്പോൾ പോയതെന്നാണ് പറയണത്. എടാ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എൻ്റെ നടുവിലൊരു നമസ്കാരം അല്ലാതെ വേറൊന്നുമില്ല. സാധാരണ ഭാഷ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അത് കാരണം എനിക്ക് 2 സംസ്ഥാന നേതാക്കന്മാരോടും പറയാനുള്ളത് OMKV എന്നാണ്. ചേട്ടാ നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? ഷെൽട്ടൺ. ചേട്ടാ, ഇപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. ഒരു മുനമ്പം സമരത്തിൽ ആദ്യ സമയം മുതലേ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്ത് തോന്നുന്നു? ഒരു പൂർണ്ണ വിജയത്തിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കില്ലേ? സത്യത്തിലേ ഇവിടെ നടക്കുന്നത് രാഷ്ട്രീയ കുതന്ത്രങ്ങളും രാഷ്ട്രീയ സ്വേച്ഛാധിപത്യ രീതികളുമാണ്. കാരണം അവർക്ക് വിജയിക്കാൻ വേണ്ടുന്ന ഒരു വോട്ട് ബാങ്ക്, അതാണ് നമ്മളെ കാണുന്നത്. നമ്മുടെ ഇല്ലം കത്തിയെരിയുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന കഴുക്കോലും മെച്ചം എന്നല്ല വിചാരിക്കേണ്ടത്, അത് കിടത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എല്ലാവരും ഒത്തുചേർന്ന് നിന്ന് ഈ സമരം ഒരു കരക്കടിപ്പിക്കാൻ നോക്കുമ്പോൾ ഒന്നിനും കൊള്ളാത്ത കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവരുമായിട്ട് പോയി ചർച്ച ചെയ്യുന്നു. അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? നമ്മൾ ഈ പ്രശ്നം എന്നേക്കുമായിട്ട് തീർക്കാനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതിൻ്റെ പകരം തമ്മിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെച്ച് പരസ്യമായിട്ട് പറയുന്ന കുറേ വീഡിയോസ് വന്നിരുന്നു. ഇപ്പോൾ കൺവീനർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആള് പരസ്യമായിട്ട് പറയുന്ന കുറേ വീഡിയോസ് വന്നിരുന്നു. ഇതിനകത്ത് ഇവർക്ക് നിജസ്ഥിതികൾ മനസ്സിലായിട്ടുള്ളതാണ്. പിന്നെയും ഇതെന്താണ് ഇങ്ങനെ ഇവര് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ മൊത്തത്തിൽ മുനമ്പൻ ജനതയുടെ ആത്മവിശ്വാസത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ടുണ്ടോ? എല്ലാവരും കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും സെറ്റ് ചെയ്ത് തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയല്ലേ? വിശ്വാസമുണ്ട്, നല്ല വിശ്വാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് 10-30 വർഷം നമ്മൾ കൈവശം വെച്ച് അനുഭവിച്ച ഭൂമി ഒരു സുപ്രഭാതത്തിലൊന്നും നമ്മൾ പോലും അറിയാതെ ഇത് വഖഫാണെന്ന് പറഞ്ഞാല് എങ്ങനെ ശരിയാവാ? ഈ രാജ്യത്തൊരു നീതിയില്ലേ, ന്യായമില്ലേ? ഇതൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട നേതാക്കന്മാരും ഭരണാധികാരികളും എന്തേ കണ്ണടയ്ക്കുന്നു? അവർക്ക് ഞങ്ങളോടൊരു കമ്മിറ്റ്മെന്റ്സ് ഇല്ലേ?
കേരളത്തിന്റെ സൈന്യം എന്ന് പറഞ്ഞ് അഘോരം പ്രകീർത്തിച്ച ആൾക്കാർ ഇന്ന് എന്ത് മൗനം അവലംബിക്കുന്നു? എന്ത് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ എന്താണ്? ഞങ്ങള് മത്സ്യത്തൊഴിലാളികളായതുകൊണ്ടോ വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്ന ആ ഒരു പഴയ കാറ്റഗറിയിലാണോ? ഇപ്പം ഇന്ന് ഡോക്ടറേറ്റ് കിട്ടിയ ഒരാളെ ഞങ്ങൾ ഇന്ന് ആദരിച്ചു. അപ്പം അത്രത്തോളം ജനങ്ങൾ മാറി. അപ്പം ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ പഴയ പോലുള്ള പറ്റിക്കലും നടക്കില്ല. പഴയ പോലുള്ള പറ്റിക്കലും നടക്കില്ല. കാരണം ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു, ജനങ്ങൾ അതിനകത്ത് ഉൾക്കൊണ്ടു. അതിൻ്റെയൊക്കെ പരിണത ഫലമാണ് ഇപ്പം BJP-യിലേക്കുള്ള ഒരു കൂറുമാറ്റവും അതിനോടനുബന്ധിച്ച് കാസർഗോഡ് ഒരു യൂണിറ്റ് രൂപീകരണവും ഒക്കെ വന്നിട്ടുള്ളത്. ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചു, ജനങ്ങൾ ബോധേഡായി തുടങ്ങി.